2014 പുറത്തിറങ്ങിയ ഫിലിപ്പിനോ ചലച്ചിത്രം ഡയറി ഓഫ് ആൻ അഗ്ലിയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് അയ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മുഖത്തെല്ലാം കുരുക്കളുള്ള, സമൂഹത്തിന്റെ നോട്ടത്തിൽ സുന്ദരിയല്ലെന്ന് വിരൂപയായി കാണപ്പെടുന്നു എന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള ഒരുവൾ. അവൾ പതിവ് പോലെ അന്ന് തന്റെ ഡയറിയിൽ അന്നത്തെ കാര്യങ്ങൾ എഴുതി എഴുന്നേറ്റ് ആന്റിയുടെ കടയിലേക്ക് പോയി. ആന്റിയുടെ കടയിൽ അവൾ പാർട്ട് ടൈമായി ജോലി നോക്കുന്നുണ്ട്. അന്ന് ജോലി നോക്കിക്കൊണ്ടിരിക്കെ കടയിലെത്തിയ ചാടെന്ന സുന്ദരനായ പയ്യനെ അവൾ നോക്കിക്കണ്ടു. കണ്ട മാത്രയിൽ അവനോട് അവൾക്കൊരു ക്രഷും തോന്നിയിരുന്നു. ചാട് വിളിച്ച് അവനടുത്തേക്ക് പോവാൻ പോയതും ആന്റി അവളുടെ അടുത്തെത്തി. ആ പയ്യൻ കുറെ നേരമായി ഇവിടെ വെറുതെ ഇരിക്കുവാണ്, ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല, അവനെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു. ചാടും അത് കേൾക്കുന്നുണ്ട് എന്നതറിഞ്ഞപ്പോൾ അയക്കൽപ്പം വല്ലായ്മ തോന്നി. എന്നിരുന്നാലും അതിനടക്കം സോറി പറഞ്ഞ് ചാടിനോട് അവൾ നല്ല രീതിയിൽ പെരുമാറി. ഇരുവരും കുറച്ച് ഫ്ലേട്ട് ചെയ്യുകയും ചെയ്തു. ശേഷം അയയെ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ചാട് അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയിൽ അയ തെരുവിലൂടെ പോകുമ്പോൾ ചാട് ദുഃഖിതനായിരിക്കുന്നത് കണ്ടു. അയ ചാടിനടുത്തെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. ഐസ്ക്രീം കഴിക്കാൻ പോകുവാൻ ചാട് അയയെയും ക്ഷണിച്ചു. ഇരുവരും ഐസ്ക്രീം കഴിക്കാൻ പോയി. അവിടെ വെച്ച് താനൊരു പെൺകുട്ടിയെ കുറെ കൊല്ലങ്ങളായി ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെന്നും അവളിന്ന് റെസ്റ്റോറന്റിൽ വരാമെന്ന് പറഞ്ഞിരുന്നെന്നും പക്ഷെ വന്നില്ലെന്നും അതിലുള്ള ദുഃഖമാണെന്നും അവൻ വ്യക്തമാക്കി. അയയെപ്പറ്റി ചോദിച്ചപ്പോൾ അയ തന്നെ പറ്റി പറഞ്ഞു. അയയുടെ പാരന്റ്സ് കുഞ്ഞിലെ മരിച്ചുപോയതായിരുന്നു. അവൾ ആന്റിക്കൊപ്പമാണ് ജീവിക്കുന്നത്. കൃത്യം 18 വയസ്സായപ്പോൾ തന്നെ ആന്റി അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അയയോട് നല്ല സൗഹൃദം തോന്നിയ ചാടാകട്ടെ തമാശ രീതിയിൽ അയയോട് പ്രപ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. അയയുടൻ തന്റെ പെപ്പർ സ്പ്രേ പുറത്തെടുത്തു. ചാടുടൻ അവളെ തടഞ്ഞ് അത് തമാശയായിരുന്നെന്ന് പറയുകയും പെപ്പർ സ്പ്രേ വാങ്ങി അന്നു മുതൽ അവളെ പെപ്പി എന്ന സ്നേഹത്തോട് വിളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വൈകാതെ അയ തനിക്ക് അഡ്മിഷൻ ലഭിച്ച് പുതിയ കോളേജിലേക്ക് എത്തുകയായിരുന്നു. സമ്പന്നരായ ആളുകൾ പഠിക്കുന്ന കോളേജാണ്. സ്കോളർഷിപ്പിലായിരുന്നു അയക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിരുന്നത്. അയ എത്തിയതും അവിടുണ്ടായിരുന്ന ഒരു സംഘം ബുള്ളി ഗേൾസ് അയയെപ്പോലുള്ള പാവപ്പെട്ട കുട്ടികൾ സ്കോളർഷിപ്പ് കിട്ടി വന്നതാണെന്നൊക്കെ കൊച്ചാക്കി പരിഹസിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി. അവളുടെ രൂപത്തെയും കളിയാക്കി. അവൾ നടന്നു നീങ്ങവേ ഒരു ബോൾ വന്ന് അവളുടെ ദേഹത്തടിക്കുകയും അവൾ ബോധരഹിതയായി വീഴുകയും ചെയ്തു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയത് ചാടായിരുന്നു. ചാടും അതേ കോളേജിലാണ് പഠിക്കുന്നത്. അയ്യെ കണ്ടതും അവളെ പൊക്കിയെടുത്ത് ചാട് നഴ്സിംഗ് റൂമിൽ എത്തിച്ചു. അല്പം ഓക്കെയായതും ചാടിനെ വിട്ട് അയ ക്ലാസ് റൂമിലേക്ക് ഓടിപ്പോവാൻ തുടങ്ങി. സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ അവൾ വീണ്ടും തട്ടി വീണു. വീണത് ക്രോസ് എന്ന പേരുള്ള സുന്ദരനായ ഒരു പയ്യനിരുന്നിടത്തായിരുന്നു. അയ്യെ കണ്ട് ക്രോസ് കളിയാക്കി. പക്ഷേ ക്രോസിന്റെ ഭംഗിയിൽ ഏറെ ആകൃഷ്ടിയായ അയ്യാകട്ടെ കളിയാക്കിയതിനെ പോസിറ്റീവ് രീതിയിൽ വ്യാഖ്യാനിച്ച് ക്രോസിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോയി. ക്രോസും ഇതെന്ത് എന്ന മട്ടിൽ അവളെ നോക്കിയിരുന്നു. അന്ന് തിരികെയെത്തിയ അവൾ നടന്ന സംഭവങ്ങളൊക്കെ തന്റെ ഡയറിയിൽ കുറിച്ചു. ആന്റി വീട്ടിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് കഫേയിൽ ഇരുന്നായിരുന്നു അവൾ ഡയറി എഴുതിയിരുന്നത്. അവൾക്ക് താമസിക്കാൻ ഇടവും നല്ലൊരു പാർട്ട് ടൈം ജോലിയും വേണം. അവൾ അതിനുള്ള തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ ഒരാളുടെ സഹായത്തോടെ ഒരു മാൻഷനിലുള്ള ജോലിയെപ്പറ്റി അറിയുകയും അവൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. കൊട്ടാര സമാനമായൊരു വീടായിരുന്നു അത്. സാൻഫോർഡ് ഫാമിലിയുടെ വീടാണത്. സാൻഫോർഡ് കുടുംബത്തിലെ ഒരേ ഒരു മകനു വേണ്ടി അവന്റെ പേഴ്സണൽ മെയ്ഡാവാനായിട്ടായിരുന്നു അവൾ ക്ഷണിക്കപ്പെട്ടിരുന്നത്. അതിനോടകം മാൻഷനിൽ 20ഓളം മെയ്ഡുകളുണ്ട്. പക്ഷേ മകനെ നോക്കാൻ വന്ന മെയ്ഡുകൾ അത്രയും ജോലി നിർത്തി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നവൾ ആദ്യമേ വാൺ ചെയ്യപ്പെട്ടു. എന്തിനേറെ മിസ്റ്റർ സാൻഫോർഡ് വന്ന് തന്റെ മകൻ ഒരു മനുഷ്യനാണെങ്കിലും ചില സമയം മൃഗത്തെപ്പോലെയാ പെരുമാറുന്നത് എന്ന് അവളുടെ അടുക്കൽ സൂചിപ്പിക്കുകയും ചെയ്തു. അത് കേട്ട് ഭയന്ന് ആദ്യം അവൾ തിരികെ പോവാൻ നോക്കിയെങ്കിലും ഉയർന്ന സാലറി സാൻഫോർഡ് വാഗ്ദാനം ചെയ്യുന്നതും താമസ സ്ഥലവും ഭക്ഷണവും എന്നുകൂടി കേട്ടതോടെ എന്തു വന്നാലും നേരിടാം എന്ന് കരുതി അവൾ അതിന് സമ്മതിച്ചു. വീടിനകത്തേക്ക് അവൾ കയറിയതും അവൾ അവിടെ കണ്ടത് ക്രോസിനെയായിരുന്നു. സാൻഫോർഡിന്റെ മകനാണ് ക്രോസ്. വീട്ടിൽ ക്രോസ് ഒച്ചയുണ്ടാക്കുകയായിരുന്നു. അച്ഛനോടും കയർക്കുന്നു. അത് കേട്ടതും അച്ഛനോടൊന്നും ഇങ്ങനെ സംസാരിക്കരുത് എന്നയ ക്രോസിനെ തിരുത്താൻ ശ്രമിച്ചു. ക്രോസിനത് ഇഷ്ടപ്പെട്ടില്ല. അയ്യോടും ഷൗട്ട് ചെയ്ത് അവൾ വീട് വിട്ടിറങ്ങിപ്പോവാനും ആവശ്യപ്പെട്ടു. പക്ഷേ അയ അവിടെ നിന്ന് പോവാൻ ഒരുക്കമായിരുന്നില്ല. ക്രോസിനെ നേരെയാക്കും എന്ന് സാൻഫോർഡിനോട് പറഞ്ഞ് അവൾ ആ ജോലി ഏറ്റെടുത്തു. അന്ന് രാത്രിയിൽ ക്രോസ് മദ്യപിച്ചായിരുന്നു വീട്ടിലെത്തിയത്. അയ അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയെങ്കിലും അവൻ അവളുടെ ദേഹത്തേക്ക് വാളുവെക്കുകയും അവളെ ഏറെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിറ്റേന്ന് കോളേജിൽ എത്തിയിട്ടും അയയ്ക്ക് അതിന്റെ ദേഷ്യം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. അവൾ ദേഷ്യപ്പെട്ടിരിക്കെ സുന്ദരിയായ ഒരു പെൺകുട്ടി അവൾക്കടുത്തെത്തി. അവളോട് സംസാരിച്ചു. ലോറി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. വിദേശത്ത് നിന്ന് എത്തിയവൾ തന്റെ ക്രഷ് പഠിക്കുന്ന കാര്യം കൊണ്ടായിരുന്നു ആ കോളേജിൽ ചേർന്നത്. ക്രോസിനോടായിരുന്നു അവൾക്ക് ക്രഷ് ഉണ്ടായതും താൻ ക്രോസിന്റെ മെയ്ഡാണ് എന്നയ്യ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കോളേജ് ബെൽ റിംഗ് ചെയ്യുകയും ലോറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവൾ അവിടെ നിൽക്കുമ്പോൾ ബുള്ളി ഗേൾസ് അവളുടെ അടുത്തേക്ക് വന്നു. ആ സമയം ക്രോസ് അങ്ങോട്ടേക്ക് വരുന്ന കണ്ട് ക്രോസിനോട് താല്പര്യമുള്ള ബുള്ളി ഗേൾസ് അല്പം ഷോ ഒക്കെ ഇറക്കി നിൽക്കാൻ ആരംഭിച്ചു. നേരെ വന്ന ക്രോസ് അയ്യെ വിളിക്കുകയും അവളോട് സംസാരിക്കുകയും വാങ്ങാനുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അവളെ ഏൽപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ക്രോസും അയ്യും തമ്മിൽ
അത്രമേൽ അടുപ്പമോ എന്ന് ചിന്തിച്ച് ബുള്ളി ഗേൾസ് ആകെ അസ്വസ്ഥരായി. അവരുടെ അസൂയ നിറഞ്ഞ മുഖം അയയെയും ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. അയ പിന്നാലെ സാധനങ്ങൾ വാങ്ങുവാൻ ഒരു സ്റ്റേഷനറി ഷോപ്പിലെത്തി. പക്ഷെ അപ്പോഴാണ് കയ്യിൽ പണമില്ലെന്ന് അവൾ തിരിച്ചറിയുന്നത്. ക്രോസും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ നിൽക്കുമ്പോൾ ചാഡ് അങ്ങോട്ടേക്ക് എത്തുകയും പണമടച്ചവളെ സഹായിക്കുകയും ചെയ്തു. അവൾക്ക് ടാക്സി ഫെയറിനുള്ള പണവും ചാട് നൽകി. അവൾ നന്ദി പറഞ്ഞപ്പോൾ നന്ദിയൊന്നും വേണ്ട, എപ്പോഴെങ്കിലും സഹായം വേണ്ടി വരുമ്പോ എന്നെ സഹായിച്ചാൽ മതിയെന്ന് ചാട് പറഞ്ഞു. അവളും അതിന് സമ്മതിച്ചു. തിരികെ വീട്ടിലെത്തി അവൾ പണം തരാതെ സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടതിന് അങ്ങോട്ടേക്ക് വരാതിരുന്നതിന് ക്രോസിനോട് തട്ടിക്കയറി. ക്രോസ് അവളെ മൈൻഡ് പോലും ചെയ്യാതെ ബില്ലിലുള്ള പണം കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതവളെ ദേഷ്യം പിടിപ്പിക്കുക പോലും ചെയ്തു. പിറ്റേന്ന് ബുള്ളി ഗേൾസ് അയ്യെ പിടിച്ചുകൊണ്ട് പോവുകയും ക്രോസിന്റെ അടുത്തുനിന്ന് അകന്നു നിൽക്കാൻ പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് ലോറി വന്നത്. ലോറി ബുള്ളി ഗേൾസിന്റെ അടുത്ത് നിന്ന് അയ്യെ രക്ഷപ്പെടുത്തി. പിന്നാലെ അയ്യോട് കേൾക്കുന്ന റൂമർ സത്യമാണോ എന്നും അവരിരുവരും പ്രണയത്തിലാണോ എന്നും ചോദിച്ചു. ഇല്ലെന്ന് അയ്യ മറുപടി പറഞ്ഞു. അപ്പോഴായിരുന്നു ലോറിക്ക് സമാധാനമായത്. കിൻഡർ ഗാർഡൻ മുതൽ ക്രോസിനുമേൽ തനിക്ക് ക്രഷുണ്ട് എന്ന് ലോറി ആ സമയം പറഞ്ഞു. അത് കേട്ടതും അയ്യ ലോറിയെ ടീസ് ചെയ്തു. അവൾ ബ്ലഷ് ചെയ്യാനും തുടങ്ങി. അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. അന്ന് കോളേജ് കഴിഞ്ഞപ്പോൾ ചാട് അയ്യെ തന്റെ ക്രഷിന് ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. നിരവധി ഡ്രസ്സുകൾ ട്രൈ ചെയ്ത് ഒടുവിൽ ചാട് ഡ്രസ്സ് ചൂസ് ചെയ്തു. തന്റെ ക്രഷിന്റെ ബർത്ത്ഡേ വരികയാണെന്നും അന്ന് അവളെ പ്രപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനൊരു മോതിരവും വാങ്ങി. എത്രമേൽ ചാട് അവളെ പ്രണയിക്കുന്നുണ്ട് എന്നയ്യ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അയ്യോടും തന്റെ കൂടെ അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വരുവാൻ ചാട് ക്ഷണിച്ചു. അയ്യം അതിന് സമ്മതിച്ചു. വീട്ടിലെത്തിയപ്പോൾ ക്രോസിനും അതേ പാർട്ടിക്ക് ക്ഷണമുണ്ടായിരുന്നു. തന്റെ കൂടെ വരണമെന്ന് ക്രോസും അയ്യോട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ക്രോസിന് ഒരു മോഡൽ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ക്രോസിന്റെ ബോഡി കണ്ട് അയ്യ അന്തം വിട്ടിരുന്നത് കൊണ്ട് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ കേട്ടിരുന്നില്ല. ദേഷ്യം വന്ന ഷൂട്ടിംഗ് ക്യാമറമാൻ അവളുടെ ഫോൺ എടുത്ത് ചവിട്ടി പൊട്ടിച്ചു. ശേഷം അവളോട് ഒരുപാട് ഷൗട്ട് ചെയ്തെങ്കിലും ക്രോസ് ഇടപെട്ട് ക്യാമറമാനെ മാറ്റി. തന്റെ ഫോൺ പൊട്ടിപ്പോയതിൽ അയ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. ഷൂട്ട് കഴിഞ്ഞപ്പോൾ അയ ക്രോസിനടുക്കൽ ക്ഷമ ചോദിച്ചു. അതൊന്നും മൈൻഡ് ആക്കാതിരുന്ന ക്രോസ് ആകട്ടെ അവളോട് പോയി റെസ്റ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ക്രോസിന്റെ ആറ്റിറ്റ്യൂഡ് അയ്യെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നെങ്കിലും അതൊന്നും ഉപേക്ഷിച്ചു പോകുവാൻ അവൾക്കപ്പോൾ ആവുമായിരുന്നില്ല. അയ ക്രോസിനെ മോൺസ്റ്റർ എന്ന നിക്നെയിം വിളിച്ചു. അടുത്ത ദിവസം ലോറി അയ്യെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്റെ ബർത്ത്ഡേ ആണെന്നും അവൾ വരണമെന്നും തനിക്കിവിടെ ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് അവളാണ് എന്നും ലോറി അയ്യയോട് പറഞ്ഞു. അയ്യം സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. അടുത്ത ദിവസം അയ്യ കോളേജിൽ എത്തിയപ്പോൾ ബുള്ളി ഗേൾസ് അയ്യയ്ക്ക് അടുത്ത് ചെന്ന് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ബ്ലാക്ക് മാജിക് ചെയ്ത് ക്രോസിനെ അയ്യ മയക്കിയതാണ് എന്നായിരുന്നു അവർ വാദിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കണ്ട് ക്രോസും അങ്ങോട്ടേക്ക് വന്നു. ബുള്ളി ഗേൾസിനടുത്ത് നിങ്ങൾക്കെന്താ അറിയേണ്ടത്? അയ്യ എന്റെ ഗേൾഫ്രണ്ട് ആണെന്നാണോ? അതെ, ഇവളെന്റെ ഗേൾഫ്രണ്ടാ എന്ന് ക്രോസ് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ബുള്ളി ഗേൾസ് ബോധരഹിതരായി താഴെ വീണു. ശേഷം ഞെട്ടിനിന്ന് അയ്യക്കടുത്ത് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, നീയൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് ക്രോസ് അവിടെ നിന്ന് പോയി. അന്ന് ക്യാൻറ്റീനിലേക്ക് എത്തുമ്പോൾ കോളേജിലെ പെൺകുട്ടികളൊക്കെ അസൂയയോടെ അയ്യെ നോക്കുകയായിരുന്നു. ലോറിയും അഭ്യൂഹങ്ങൾ കേട്ട് അയ്യക്കടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചു. ലോറിയോട് സത്യങ്ങൾ അയ്യ പറഞ്ഞു. താൻ ക്രോസിന്റെ പേഴ്സണൽ മെയ്ഡാണെന്ന കാര്യം. അപ്പോഴായിരുന്നു ലോറിക്കും ആശ്വാസമായത്. അന്ന് ഉച്ചതിരിഞ്ഞ് ചാട് അയ്യക്കടുത്തെത്തി തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ബുള്ളി ഗേൾസ് അത് കാണുന്നുണ്ടായിരുന്നു. സ്കൂളിലെ പോപ്പുലർ പയ്യന്മാരായ ചാടും ക്രോസും അയ്യയുടെ ഒപ്പം പോകുന്നത് കണ്ട് അവർ അസ്വസ്ഥരായി. യാഥാർത്ഥ്യത്തിൽ താൻ പ്രണയിക്കുന്നത് ലോറിയെയാണെന്നും ലോറിയെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ സഹായിക്കണമെന്നും അയ്യോട് ആവശ്യപ്പെടാനായിരുന്നു ക്രോസ് ചെന്നത്. ചാടിന്റെ അപ്പാർട്ട്മെന്റിലെത്തി അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. ചാട് ഗിഫ്റ്റുകൾ അത്രയും വാങ്ങിയത് ലോറിക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ ലോറിക്കിഷ്ടം ക്രോസിനെയാണെന്ന് അയ്യക്ക് അറിയാമല്ലോ. അവൾക്ക് ചാടിനോട് സഹതാപം തോന്നി. സത്യം പറയുവാനും അവൾക്ക് തോന്നിയില്ല. ചാട് ഒരു പ്ലാൻ അയ്യോട് പറഞ്ഞു. റിങ് അവൻ അയ്യയുടെ കയ്യിൽ കൈമാറി. അയ്യോട് അത് ലോറിയുടെ കയ്യിൽ കൊടുക്കണമെന്നും അപ്പോൾ താൻ വന്ന് പ്രപ്പോസ് ചെയ്യും എന്നുമായിരുന്നു അവൻ പറഞ്ഞത്. അയ്യം അതിന് സമ്മതിച്ചു. അങ്ങനെ പാർട്ടിയുടെ ദിവസം അയ്യ റിങ് ലോറിയുടെ കയ്യിൽ കൊടുക്കാൻ ലോറിയെ തിരഞ്ഞെങ്കിലും കാണുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ലോറിയുടെ അടുത്തെത്തിയപ്പോഴാകട്ടെ ഒരാളെ തട്ടി റിംഗ് ബോക്സ് താഴെ വീണു. ഓരോരുത്തരും തട്ടി അത് കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. കൃത്യസമയം കരണ്ട് പോവുകയും ചെയ്തു. ഒരാളുടെ കാൽച്ചോട്ടിൽ റിംഗ് ബോക്സ് ചെന്ന് നിന്നു. അയാൾ ആ റിംഗ് ബോക്സ് ഉയർത്തി. ചാട് കരുതിയത് ആ റിംഗ് ബോക്സ് ഇരിക്കുന്നത് ലോറിയുടെ കയ്യിലായിരിക്കുമെന്നായിരുന്നു. അയാളുടെ കൈ പിടിച്ച് ചാട് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. കരണ്ട് വന്നപ്പോഴാണ് വ്യക്തമാകുന്നത് റിംഗ് ബോക്സ് പിടിച്ചുകൊണ്ട് നിന്നിരുന്നത് ക്രോസ് ആയിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ചാട് എളിപ്യനായി. ലോറിയുടെ മുമ്പിലും താൻ അപഹാസ്യനായി എന്ന് തോന്നിയതോടെ ചാട് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോയി. തങ്ങളുടെ പ്ലാൻ അയ്യ കാരണമാണ് കുളമായത് എന്ന് ചിന്തിച്ച ചാട് അയ്യോടും ദേഷ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ ആന്റിയുടെ കഫയിൽ വെച്ച് ഒരു ദുസ്വപ്നം കണ്ട അയ്യ ഞെട്ടിയുണർന്നു. അന്ന് കോളേജിലേക്ക് പോകുന്ന വഴിയിൽ അയ്യ ഇയാനെ കണ്ടു. ക്രോസിന്റെ സുഹൃത്താണ് ഇയാൻ. കുറച്ച് വസ്തുക്കൾ അവൾക്ക് കൊടുത്ത ഇയാൻ ക്രോസിനെ നന്നായി നോക്കണം എന്ന് അവളോട് പറഞ്ഞു. ഇയാന്റെ ഗിഫ്റ്റും സ്വീകരിച്ച് അവൾ കോളേജിലേക്ക് എത്തി. ചാടും
ക്രോസുമായി കൂട്ടിമുട്ടി. ചാഡ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അസ്വസ്ഥയായിരുന്ന അവൾ താൻ ബിസിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. പോകുന്ന വഴിയിൽ അവൾ ക്രോസുമായും കൂട്ടിമുട്ടി. നീ എങ്ങോട്ട് ഈ ധൃതിയിൽ പോകുന്നേ എന്ന് ക്രോസ് ചോദിച്ചു. താനൊരു പ്രേതത്തെ കണ്ടു എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. ക്രോസിന്റെ മുഖം പെട്ടെന്ന് മാറി. എവിടെയാ കണ്ടേ? എന്ത് പ്രേതമാ എന്നൊക്കെ അവൻ ചോദിക്കുന്ന കേട്ടതും അയ തമാശ തോന്നി. ഒരു സ്റ്റുഡന്റാ ഗോസ്റ്റ്. സ്റ്റുഡന്റ് കൗൺസിൽ റൂമിലാതുണ്ടാവുക എന്ന് അയ പറഞ്ഞു. പ്രേതമെന്ന് പറഞ്ഞാലേ ക്രോസിന് പേടിയാണ്. അന്നാണെങ്കിൽ ക്രോസിന് സ്റ്റുഡന്റ് കൗൺസിൽ റൂമിൽ വരാൻ പോകുന്ന കോളേജ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കുറച്ച് വർക്കുകളുമുണ്ട്. അവൻ കൂടുതൽ ഭയപ്പെട്ടു. അയ്യോടും തന്റെ ഒപ്പം അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. സ്റ്റുഡന്റ് കൗൺസിൽ റൂമിൽ കുട്ടികൾ ഒന്നിച്ച് ഓരോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായി പോയി. ഒടുവിൽ ക്രോസ് മാത്രമായി. അതൊരു അവസരമായി കണ്ട അയയാകട്ടെ ക്രോസിനെ ഭയപ്പെടുത്താനും ശ്രമിച്ചു. റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടായിരുന്നു അത്. തന്റെ മുഖത്ത് ലൈറ്റ് അടിച്ച് ക്രോസിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചതിൽ ക്രോസ് ഭയപ്പെട്ടു. പക്ഷേ ആ സമയം ഒന്നുകൂടി സംഭവിച്ചു. ലൈറ്റ് ഓഫായതിനാൽ റൂമിൽ ആരുമില്ലെന്ന് കരുതി സെക്യൂരിറ്റി വന്ന് റൂം പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടുപോയി. അതോടെ അന്ന് രാത്രി ക്രോസും അയയും ആ റൂമിനകത്ത് പെട്ടു. ഇരുവരും സംസാരിച്ചു. ഭയമുണ്ടായിരുന്ന ക്രോസ് അയയോട് അവളെപ്പറ്റി പറയാൻ പറഞ്ഞു. അയ താൻ ഓർഫനാണെന്നും തന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിനെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞു. ക്രോസും ഒരു പ്ലെയിൻ ആക്സിഡന്റിൽ തന്റെ അമ്മ മരണപ്പെട്ട കാര്യത്തെപ്പറ്റിയൊക്കെ അവളോട് മനസ്സ് തുറന്നു. ഇരുവരും അങ്ങനെ ഇരുന്ന് ഒന്നിച്ചുറങ്ങിപ്പോയി. അടുത്ത ദിവസം കോളേജിൽ വെച്ച് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അയ്യും ചാടും സംസാരിച്ചു. അയ്യോടുള്ള ചാടിന്റെ ദേഷ്യമൊക്കെ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അയ സന്തോഷത്തിലുമായിരുന്നു. അന്ന് രാവിലെ ക്രോസ് അയയുടെ മുഖത്ത് പേന ഉപയോഗിച്ച് വരച്ചൊക്കെ വെച്ചിരുന്നു. അതിന്റെ പേരിൽ ക്രോസിനെ കണ്ടതും അയ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് അവന് സുഖമില്ല എന്നവൾ മനസ്സിലാക്കുന്നത്. അവന് പനിക്കുന്നുണ്ട്. അതോടെ തന്റെ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് അയ ക്രോസിനെ പരിപാലിക്കാൻ തുടങ്ങി. രാത്രിയായപ്പോൾ അവന്റെ ആരോഗ്യം മോശം നിലയിലേക്കെത്തി. ക്രോസ് അച്ഛനോട് പറയരുതെന്ന് പറഞ്ഞിട്ടും അയ അത് മിസ്റ്റർ സാൻഫോർഡിനെ അറിയിക്കുകയും ക്രോസിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രിയിലും അവന് തുണയായി അവൾ നിന്നിരുന്നു. പ്രേതത്തെ പേടിയായിരുന്ന ക്രോസിന് ആശുപത്രിയിൽ തനിച്ചിരിക്കുമ്പോൾ ഭയം തോന്നിയിരുന്നതിനാൽ അവളോടും തന്റെ ബെഡിൽ വന്ന് കിടക്കുവാൻ പറഞ്ഞു. ക്രോസ് മോശമായി പെരുമാറില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന അയ അവനൊപ്പം ബെഡിൽ കിടന്നു. രാത്രിയിൽ പനി കൂടിയപ്പോൾ അവൻ അമ്മയുടെ പേര് വിളിച്ച് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അയ എഴുന്നേറ്റ് അവന്റെ തലയിൽ പതിയെ തലോടി. അന്നത്തെ പാർട്ടിയിലെ സംഭവത്തിന് ശേഷം ലോറി ചാടിനെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അതിൽ ചാടും അസ്വസ്ഥനായിരുന്നു. അയ ഇരുവരെയും ഒന്ന് സംസാരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ ലോറി പോവുകയായിരുന്നു ചെയ്തത്. ചാട് അസ്വസ്ഥനായി. അയയും ലോറിക്ക് പിന്നാലെ ചെന്നു. ലോറി അവളെയും കൂട്ടി പോയത് നേരെ ബ്യൂട്ടി പാർലറിലേക്കായിരുന്നു. അവിടെ വെച്ച് ഇരുവരും ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വിധേയരായി. ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അയയുടെ മുഖം തന്നെ മാറിയിരുന്നു. പിമ്പിൾസ് ഒക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ ചെയ്ത് അയ ഏറെ സുന്ദരിയായി കാണപ്പെട്ടു. അന്ന് അയയും ലോറിയും സംസാരിച്ചു. എന്തിനാ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തത് എന്നവൾ ചോദിച്ചപ്പോ, വൈകാതെ നമ്മുടെ ആനുവൽ പാർട്ടി വരികയല്ലേ, അതിൽ ഡാൻസ് ഇവന്റ് ഉണ്ട്. മാസ്ക് വെച്ച് ഡാൻസ് ചെയ്യും. മാസ്ക് വെച്ചല്ലേ ഡാൻസ് ചെയ്യുന്നേ, അപ്പൊ ബ്യൂട്ടി ട്രീറ്റ്മെന്റിന്റെ ആവശ്യമെന്താ എന്ന് അയ ചോദിച്ചു. അന്ന് ആരുടെയൊപ്പമാണോ ഡാൻസ് ചെയ്യുന്നേ അവരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ലൈഫ് ലോങ് പാർട്ട്ണർ ആവുക. എനിക്കന്ന് ക്രോസിനൊപ്പം ഡാൻസ് ചെയ്യണം. ലോറി തന്റെ ആഗ്രഹം വ്യക്തമാക്കി. അടുത്ത ദിവസം കോളേജിൽ എത്തിയപ്പോൾ അയയുടെ ഭംഗി കണ്ട് ഏവരും നോക്കുന്നുണ്ടായിരുന്നു. ബുള്ളി ഗേൾസ് ആകട്ടെ അയ പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്ന് പറഞ്ഞ് അവളെ പുച്ഛിച്ചു. പക്ഷേ ചാടടക്കം മറ്റുള്ളവർ അവളെ പ്രകീർത്തിക്കുകയായിരുന്നു ചെയ്തത്. അന്ന് ചാടിനൊപ്പം അവൾ ചാടിന്റെ അപ്പാർട്ട്മെന്റിൽ പോയി നല്ല കപ്പ് കേക്ക് ഉണ്ടാക്കി ചാട് അവൾക്ക് കൊടുത്തു. അത് ലോറിക്ക് കൊടുക്കണമെന്നും വീണ്ടും ലോറിയുമായി സംസാരിച്ചു തുടങ്ങണമെന്നും ചാടിനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അവൻ അത് ചെയ്തത്. അന്ന് ക്രോസിന്റെ വീട്ടിലേക്കെത്തിയ അവൾ അവിടുത്തെ ഫ്രിഡ്ജിൽ ആ കപ്പ് കേക്ക് എടുത്തു വെച്ചു. അയയുടെ രൂപമാറ്റം കണ്ട് അവിടുത്തെ മെയ്ഡാകട്ടെ അതിൽ അതിശയിച്ചിരുന്നു. അയ നേരെ ക്രോസിന്റെ മുറിയിലേക്കെത്തി. തന്റെ മേക്ക് ഓവർ കണ്ട് ക്രോസും അഭിപ്രായം പറയണമെന്ന് ചിന്തിച്ച് കുറച്ച് ഷോവൊക്കെ ഇറക്കി. പക്ഷേ ക്രോസ് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് ക്രോസ് അവളോട് പേപ്പറൊക്കെ എടുത്തു കളയുവാൻ ഒരു ജോലി ഏൽപ്പിക്കുകയും ചെയ്തു. അയയും ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ക്രോസിന് അത് പറയാതിരിക്കാനാവുമായിരുന്നില്ല. അവൾ അത്രമേൽ സുന്ദരിയായിട്ടുണ്ട് എന്ന് ക്രോസും കോംപ്ലിമെന്റ് പറഞ്ഞു. അയയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. എടുത്ത് കളയാൻ പോയ പേപ്പർ അബദ്ധത്തിൽ അവൾ വായിലിട്ട് ചവയ്ക്കാൻ പോലും തുടങ്ങി. രാത്രിയിൽ ക്രോസിന് വിശക്കുന്നുണ്ടായിരുന്നു. അവൻ ഫ്രിഡ്ജ് നോക്കി കപ്പ് കേക്ക് ഇരിക്കുന്ന കണ്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും അയ ഓടി വന്ന് ക്രോസിനെ തടയാൻ ശ്രമിച്ചു. പിടിവലിയായി കപ്പ് കേക്കുകൾ താഴെ വീണ് ഒക്കെ നാശകോശമായി. അവർ തമ്മിൽ അതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയും ഫൈറ്റിലേക്ക് കടക്കുകയും ചെയ്തു. ഒടുവിൽ മിസ്റ്റർ സാൻഫോർഡ് വന്ന് നിർത്താൻ പറഞ്ഞപ്പോഴായിരുന്നു അവരാ ഏറ്റുമുട്ടൽ നിർത്തിയത്. സാൻഫോർഡ് ക്രോസിനെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ സില്ലി കപ്പ് കേക്ക് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നായിരുന്നു ക്രോസിന്റെ മറുപടി. സാൻഫോർഡിന് അത് ഇഷ്ടപ്പെട്ടില്ല. നിനക്കേറെ പ്രിയപ്പെട്ട് നിന്റെ അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ എടുത്ത് ഒരാൾ നശിപ്പിച്ചാൽ എറിഞ്ഞാൽ നീ എന്തു ചെയ്യും എന്ന് അച്ഛൻ അവനോട് ചോദിച്ചു. എല്ലാം ഉള്ളതുകൊണ്ട് ഏറെ സ്പോയിലായി പോയൊരു കുട്ടിയാണ് നീ എന്ന് പറഞ്ഞ അച്ഛൻ അവനെടുക്കൽ അയ്യോട്
അയയോട് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ അയ തനിക്ക് ആരാണ്, അയയുമായുള്ള തന്റെ ബന്ധം എന്താണ് എന്നൊക്കെ അവൻ ആലോചിക്കാൻ തുടങ്ങി. അയ തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത്രയും അവന്റെ ഓർമ്മയിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. അന്നത്തെ സംഭവത്തിൽ ദേഷ്യപ്പെട്ട് അയ ക്രോസിനെ വിട്ടു പോയിരുന്നു. അടുത്ത ദിവസം ആന്റിയുടെ ഷോപ്പിൽ വെച്ച് ക്രോസ് അയയെ കാണാനെത്തി. അയ പക്ഷേ സംസാരിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അയയോട് സംസാരിക്കാൻ ക്രോസ് 5000 തന്നെന്നും അതുകൊണ്ട് അവളോട് അവിടെ പോയിരിക്കണം എന്നും ആന്റി ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ക്രോസ് അല്പം ശ്രമിച്ചെങ്കിലും പിന്നീട് ആത്മാർത്ഥമായിട്ട് തന്നെ ക്രോസ് നടന്ന സംഭവങ്ങൾക്ക് അവളോട് ക്ഷമ ചോദിച്ചു. തിരികെ വീട്ടിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. ക്രോസിന്റെ ആത്മാർത്ഥതയുള്ള ക്ഷമാപണം കേട്ടതും അയയും അതിനെ സമ്മതിച്ചു. അടുത്ത ദിവസം കോളേജിൽ എത്തിയപ്പോൾ ക്രോസിനെ പ്രതീക്ഷിച്ച് അയ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു സംഘം ആളുകൾ വന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി. അവളെ തട്ടിക്കൊണ്ടു പോകുന്നത് കോളേജിലെ ബുള്ളി ഗേൾസ് ആയിരുന്നു. ബുള്ളി ഗേൾസിനെ സഹായിക്കാൻ ക്രോസിനോട് വൈരാഗ്യമുള്ള കുറച്ച് പയ്യന്മാരും ഉണ്ടായിരുന്നു. ക്രോസിനെതിരെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവർ അത്തരത്തിൽ ചെയ്തത്. പക്ഷേ അവളെ തട്ടിക്കൊണ്ടുപോയെടുത്ത് രക്ഷിക്കാൻ എത്തിയതാകട്ടെ ചാടായിരുന്നു. അവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് ചാട് അവളെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ചാട് സംസാരിക്കുമ്പോൾ ലോറിയെ താൻ പ്രപ്പോസ് ചെയ്തെന്നും ലോറി ക്രോസിനെയാണ് പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞ് തന്നെ റിജക്ട് ചെയ്തെന്നും അവൻ വ്യക്തമാക്കി. അയച്ചാടിനെ ആശ്വസിപ്പിച്ചു. ക്രോസിനേക്കാളും എന്തുകൊണ്ടും മികച്ചവനാ നീ എന്ന് അവൾ അവനോട് പറഞ്ഞു. കരയുകയായിരുന്ന ചാടിനെ ആശ്വസിപ്പിക്കുക പോലും ചെയ്തു. അന്ന് രാത്രിയിൽ അയ വളരെ വേഡായിട്ടുള്ള ഒരു ഡ്രീം കണ്ടു. ക്രോസ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ചാടു വന്ന് ക്രോസിനെ പിടിച്ചുമാറ്റി അവളെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ പിന്നാലെ ക്രോസും ചാടും ഒന്നു ചേർന്ന് ഇന്റിമേറ്റ് ആകുന്നു. ആ വല്ലാത്ത സ്വപ്നം കണ്ട് അവൾ അലറി വിളിച്ച് എഴുന്നേറ്റു. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ കണ്ടത് ക്രോസ് നശിപ്പിച്ചു കളഞ്ഞ ഒരു പെട്ടി കപ്പ് കേക്കും ഒരു കത്തും അവൾക്കായി കാത്തിരിക്കുന്നതായിരുന്നു. ക്രോസ് ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി. അന്ന് അവളുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു. അവൾ അമ്മയുടെ കുഴിമാടത്തിനടുത്ത് ചെന്ന് അമ്മയോടെന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. ക്രോസിനെ പറ്റിയും വാതോരാതെ അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ക്രോസും അതൊക്കെ സന്തോഷത്തോടെ കേൾക്കുന്നുണ്ടായിരുന്നു. ക്രോസിനെ പിന്നാലെ അവൾ കണ്ടു. ക്രോസും അവളും ഒന്നിച്ച് പോവാൻ തുടങ്ങിയപ്പോഴേക്കും മഴ പെയ്തു. നനന്നായിരുന്നു അവരൊരു ഷെൽട്ടറിൽ കയറിയത്. എന്നെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു എന്ന് ക്രോസിനോട് അവൾ ചോദിച്ചു. തന്റെ അമ്മയെയും അവിടെയാണ് അടക്കിയിരിക്കുന്നത് എന്നായിരുന്നു അവന്റെ മറുപടി. അയാൾക്ക് തണുക്കുന്നുണ്ടെന്ന് കണ്ടതും ക്രോസ് തന്റെ ജാക്കറ്റ് ഊരി അവൾ ധരിപ്പിച്ചു. തണുത്ത് വിറയ്ക്കുന്നത് അവൾ കണ്ടതും അവളെ തന്നോട് ചേർത്ത് ചൂടും പകർന്നു. വൈകാതെ കോളേജ് ഫെയർ ഡേ എത്തുകയായിരുന്നു. കോളേജിലേക്ക് എത്തിയ അയ ക്രോസിനെ ഇയാനടുക്കൽ അന്വേഷിച്ചു. ലോറിയെയും ക്രോസിനെയും താനൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ഇന്നെങ്കിലും അവർ പ്രണയം തുറന്നു പറയട്ടെ, അതിനുവേണ്ടി അത് ചെയ്തത് എന്നും ഇയാൻ പറഞ്ഞു. അവരിരുവരും എന്താ നടക്കുന്നതെന്നറിയാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ക്രോസ് ലോറിയുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്യുകയായിരുന്നു. താൻ അയ്യുമായി പ്രണയത്തിലാണ് എന്ന് അവൻ പറഞ്ഞു. അതിന്റെ സത്യമൊക്കെ എനിക്കറിയാം എന്ന് ലോറി പറഞ്ഞെങ്കിലും അപ്പോഴേക്കും ആ മുറിക്കകത്തേക്ക് ഇയാനും അയ്യും കടന്നു ചെന്നിരുന്നു. ലോറിയുടെ അയക്ക് നേരെ നിങ്ങൾ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചു. മറുപടി പറയാൻ മടിച്ച് അവൾ നിന്നത് കണ്ടതും ക്രോസ് പറഞ്ഞത് സത്യമെന്ന് കരുതി ദുഃഖത്തോടെ ലോറി അവിടെ നിന്ന് പോയി. അയ എന്തിനാണ് ലോറിയോട് അങ്ങനെ പറഞ്ഞത് എന്ന് ക്രോസിനെ ചോദ്യം ചെയ്തു. എന്നാൽ മാത്രമേ അവൾ തന്നെ പ്രണയിക്കുന്നത് നിർത്തുകയുള്ളൂ എന്നായിരുന്നു അവന്റെ മറുപടി. മാത്രമല്ല അയയും ക്രോസും കോളേജ് ഫെയറിന്റെ ഭാഗമായി ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും ഒന്നിച്ചു കാണുമ്പോഴും ലോറിയേറെ ദുഃഖിതയാകുന്നുണ്ടായിരുന്നു. അവരൊന്നിച്ചുള്ള വെഡ്ഡിംഗ് പോലൊരു ഇവന്റ് കണ്ട് ലോറി ഏറെ ദുഃഖിതയായി പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് ചാട് അവൾക്കടുത്തെത്തി അവളെ ആശ്വസിപ്പിച്ചു. അവന്റെ ദേഹത്ത് തലചാഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ സങ്കടം കണ്ട് ചാടും കരയുന്നുണ്ടായിരുന്നു. അയയാകട്ടെ അത് നോക്കിക്കാണുകയും അവർ ഒന്നിക്കുന്നത് കണ്ടപ്പോൾ അവൾ സന്തോഷിക്കുകയും ചെയ്തു. അടുത്ത ദിവസം കോളേജ് ഫെയറിന്റെ ഭാഗമായ ഹോണ്ടഡ് ഹൗസിൽ വെച്ച് ലോറി അയ്യെ നേരിൽ കണ്ട് സംസാരിച്ചു. അയ്യ ക്രോസിനെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ക്രോസ് അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതിനാൽ അതേയെന്ന് അവൾ സമ്മതിച്ചു. ലോറിയാകട്ടെ ചാടിനൊരു അവസരം കൊടുക്കാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഒരിക്കലും കിട്ടാത്ത ക്രോസിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതിൽ കാര്യമില്ലെന്നും അവളോട് പറഞ്ഞു. അത് കേട്ടതും അയക്കും സന്തോഷം തോന്നിയിരുന്നു. വീണ്ടും പരിഭവങ്ങൾ മറന്ന് ഇരുവരും സൗഹൃദത്തിലേക്ക് എത്തുകയായിരുന്നു. ഇരുവരും കെട്ടിപ്പിടിച്ചു. പിന്നീടായിരുന്നു വലിയ ഡാൻസിംഗ് പ്രോഗ്രാം എത്തുന്നത്. മാസ്ക് വെച്ച് നിരവധി പേർ ഡാൻസ് ചെയ്യാനെത്തി. അയ്യും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മാസ്ക് വെച്ച് മിസ്റ്റീരിയസ് ആയ ഒരു വ്യക്തിക്കൊപ്പമായിരുന്നു അവൾ ഡാൻസ് ചെയ്തത്. ആ വ്യക്തി ഡാൻസ് ചെയ്യുമ്പോൾ അയക്കടുത്ത് താൻ അവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് പ്രപ്പോസ് ചെയ്തു. നീ വെറുക്കുന്നൊരു വ്യക്തിയെ പ്രണയിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ആ കൂട്ടത്തിൽ അവൻ ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അയ ആ വ്യക്തിയുടെ മുഖം മൂടി മാറ്റാൻ ശ്രമിച്ചതും വേഗത്തിൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. പോകുമ്പോൾ അവന്റെ ഷൂസ് അവിടെ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ മനുഷ്യനെ വിട്ടുകളയുവാൻ അയ ഒരുക്കമായിരുന്നില്ല. തന്റെ കൂട്ടുകാരുടെ ഒപ്പം തന്റെ ഒപ്പം ഡാൻസ്
ഡാൻസ് ചെയ്ത് പ്രിൻസ് ചാമിങ് എന്ന് അവൾ വിളിക്കുന്ന അവളുടെ പ്രിൻസിനെ അവൾ തിരയാൻ തുടങ്ങി. പൊക്കവും നഷ്ടപ്പെട്ട ഷൂസും ഉപയോഗിച്ചായിരുന്നു ആ തിരച്ചിൽ. പണ്ട് സിൻഡ്രലയുടെ ചെരുപ്പ് ഉപയോഗിച്ച് സിൻഡ്രലയെ കണ്ടെത്താൻ ശ്രമിച്ച പോലെയായിരുന്നു ഓരോരുത്തരെയും ഷൂസ് ധരിപ്പിച്ച് അവൾ തന്റെ പ്രിൻസിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ അയാൻ ഒരു ഫോൺ കോൾ ലഭിച്ചു. താനാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു വിളിച്ചത്. തന്നെ കാണുവാൻ വന്ന് മീറ്റ് ചെയ്യുവാനും അയാൾ ആവശ്യപ്പെട്ടു. അയാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. തന്നെ ആദ്യമായി പ്രണയിക്കുന്ന ഒരാൾ വിളിക്കുന്നു എന്നത് അയാനെ ഏറെ എക്സൈറ്റഡ് ആക്കിയിരുന്നു. അവളുടെ സന്തോഷവും മറ്റും ക്രോസും നോക്കിക്കണ്ടു. അവൾ ഒടുവിൽ തന്നെ വിളിച്ച വ്യക്തിക്ക് മുമ്പിലെത്തി. തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ പ്രണയിക്കുന്നത് എന്നൊക്കെ അവനോട് പറഞ്ഞു. അവർ സംസാരിച്ചു നിൽക്കവേ അങ്ങോട്ടേക്ക് ക്രോസ് കടന്നു വന്നു. ജീവിതത്തിലെ ഒരേ ഒരു മുഹൂർത്തമായതുകൊണ്ട് ക്രോസിന്റെ ആ വരവ് അയക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്രോസുടൻ വന്നു നിന്ന് എഡ്രിയാൻ എന്ന പയ്യന്റെ അടുക്കൽ നീയാണോ ഇവൾക്കൊപ്പം വന്ന് ഡാൻസ് കളിച്ചത് എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞ എഡ്രിയാൻ എന്താ വല്ല സംശയമുണ്ടോ എന്ന് മറുചോദ്യം ചോദിച്ചു. ഉടൻ ക്രോസ് പറഞ്ഞു അതെ സംശയമുണ്ട്, ഞാനാണ് അവൾക്കൊപ്പം ഡാൻസ് കളിച്ചത്. അത് കേൾക്കേണ്ട താമസം എഡ്രിയാൻ അതിൽ നിന്ന് പിന്മാറി. ക്രോസ് സത്യം തുറന്നു പറയുവാനാ ഞാനിത് പ്രവർത്തിച്ചത് എന്ന് എഡ്രിയാൻ പറഞ്ഞു. നീ അന്വേഷിക്കുന്നത് കണ്ടപ്പോൾ ക്രോസ് ആണ് ഡാൻസ് കളിച്ചത് എന്നറിയാമായിരുന്ന എനിക്ക് അത് അവൻ തന്നെ നിന്നോട് പറയണം എന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കളിച്ചൊരു നാടകമായത് എന്നും എഡ്രിയാൻ കൂട്ടിച്ചേർത്തു. ക്രോസിനോട് സത്യങ്ങൾ തുറന്നു പറയുവാനും മനസ്സിലുള്ള ഫീലിംഗ് അവളോട് തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുവാനും പറഞ്ഞ് എഡ്രിയാൻ അവിടെ നിന്ന് പോയി. ആദ്യം അയക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്റെ സൗണ്ട് അല്ലായിരുന്നല്ലോ അന്ന് സംസാരിച്ചപ്പോൾ എന്നുവരെ അയ ചോദിച്ചു. ഉടൻ ക്രോസ് പറഞ്ഞു നമ്മളന്ന് സെമിട്രിയിൽ നിന്ന് മഴ നനഞ്ഞില്ലേ, അതിനുശേഷം എനിക്ക് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. മൂക്ക് അടഞ്ഞിരുന്നത് കൊണ്ട് സൗണ്ട് ക്ലിയർ ആവാതിരുന്നത്. ക്രോസ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അയയുടെ ഡയറി എടുത്ത് അവൾക്ക് കൊടുത്തു. അവളുടെ ഡയറി താൻ വായിക്കാറുണ്ടായിരുന്നുവെന്നും അവൾ എത്രമേൽ തന്നെ പ്രണയിക്കുന്നു എന്ന ഡയറിയിൽ കുറിച്ചതൊക്കെയും താൻ വായിച്ചിട്ടുണ്ട് എന്നും അവൻ പറഞ്ഞു. ആ ഡയറിയുടെ അവസാന പേജ് വായിക്കുവാൻ അവൻ അവളോട് ആവശ്യപ്പെട്ടു. അതിലവൻ അവന്റെ പ്രണയം അവളോട് ആത്മാർത്ഥമായി എഴുതിയിരുന്നു. അത് വായിച്ച് അമ്പരന്ന് നിന്ന അവളോട് എന്റെ ജീവിതം ഇത്രമേൽ മനോഹരമാക്കിയത് നീയാണെന്നും എന്റെ കൂടെ എന്നും നീ ഉണ്ടാവണം എന്നും അവൾ പറഞ്ഞു. പിന്നാലെ അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അയയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. നിറകണ്ണുകളോടെ അയ സമ്മതിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവരിരുവരും ചുംബിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.